കോൺഗ്രസിൽ ഇതൊരു സമ്മർദ്ദ ഘട്ടത്തിലൂടെ കടന്നുപോകുന്നു എന്ന് വേണം നമുക്ക് തിരിച്ചറിയാൻ. ഇപ്പോഴിതാ അലോഷ്യസ് സേവ്യർ നേരത്തെ രാജിവെക്കും എന്നുള്ള വിവരം തന്നെയായിരുന്നു. അതും പ്രകാരം NSUവിന്റെ ദേശീയ അധ്യക്ഷന് അദ്ദേഹം കത്ത് കൈമാറുകയും ചെയ്തു. അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അർഹമായ പ്രാതിനിധ്യം KSUവിന് ലഭിച്ചില്ല. അത് ഈ ഒരു 10 വർഷത്തോളം KSUവിന്റെ സമര പോരാട്ടങ്ങളുടെ ത്യാഗങ്ങളൊന്നും തന്നെ നേതൃത്വം കണ്ടെന്ന് നടിച്ചില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിരാശയും ദുഃഖവുമുണ്ട്. തന്റെ സംസ്ഥാന അധ്യക്ഷൻ പദവി രാജിവെക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. എന്നാൽ അതിന് തൊട്ടുപുറകെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അങ്ങനെ KC വേണുഗോപാൽ നേരിട്ട് അലോഷ്യസ് സേവ്യറെ വിളിച്ച് സംസാരിക്കുകയും അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സമ്മർദ്ദം അത് ബലം കാണുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഒരു പക്ഷേ സീറ്റ് വാഗ്ദാനം ചെയ്തിരിക്കാം. കാരണം അലോഷ്യസ് സേവ്യറിനെ തന്നെ 2 ഇടങ്ങളിൽ ഇടുക്കിയിലും പൂഞ്ഞാറിലും ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നു. പിന്നീട് പൂഞ്ഞാറിലായിരിക്കും അലോഷ്യസ് സേവ്യറിന് സീറ്റ് എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ പട്ടിക ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അത് സസ്പെൻസായി തുടരുമ്പോൾ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം ചലനങ്ങൾ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ സമയത്ത് അലോഷ്യസ് സേവ്യർ ഇവിടെ വേണ്ട എന്നുള്ള നിലയ്ക്ക് പൂഞ്ഞാറിൽ നിന്നുള്ള പ്രാദേശിക ഘടകങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. അതിന് തൊട്ടുപുറകെയാണ് ഈ ഒരു പട്ടികയിൽ പേരില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അലോഷ്യസ് സേവ്യർ രാജി സമർപ്പിച്ചിരിക്കുന്നത്. ആ രാജി സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ഈ അനുനയ നീക്കം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു രാജിയില്ല, ആ വാർത്തകളെല്ലാം തന്നെ അവാസ്തവം എന്ന് പറഞ്ഞിരിക്കുകയാണ് അലോഷ്യസ് സേവ്യർ. സോഷ്യൽ മീഡിയയിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ ഫേസ്ബുക്ക്, അവരുടെ വാട്സപ്പിന്റെ ഗ്രൂപ്പുകളിലും ആ സന്ദേശം കൈമാറി കഴിഞ്ഞു. ഇപ്പോൾ ജീവവായുവാണ് KSU, തന്റെ പാർട്ടിയാണ്, തനിക്കെല്ലാം, താൻ ആ ത്യാഗം സഹിച്ച് ഇടുക്കിയുടെ മണ്ണിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള നേതാവാണ്. ഒപ്പം തന്നെ സമര പോരാട്ടങ്ങളുടെ ചരിത്രമാണ് ഉള്ളത് എന്നുള്ളത് ഉൾപ്പെടെയാണ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു രാജിയില്ല, അത് തീർത്തും അവാസ്തവമായിട്ടുള്ള വാർത്തയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ അനുനയ ശ്രമങ്ങൾ അല്ലെങ്കിൽ എന്താണോ നേതാക്കൾ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് അത് ബലം കണ്ടിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ. സൂചിപ്പിച്ചതുപോലെ തന്നെ അനുനയ നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിപ്പോൾ സീറ്റ് നൽകാം എന്നുള്ളൊരു ഉറപ്പിന്മേലായിരിക്കുമോ തീരുമാനം? അങ്ങനെ കരുതാമോ, അങ്ങനെ അനുമാനിക്കാമോ ഈ ഒരു ഘട്ടത്തിൽ? അത് തീർച്ചയായിട്ടും ഒരു പക്ഷേ പൂഞ്ഞാറിൽ തന്നെ ആയിരിക്കാം അലോഷ്യസ് സേവ്യറിന് ആ സീറ്റ് ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഈ ഘട്ടത്തിൽ നൽകിയേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഓഫറുകൾ ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഇനി വരേണ്ട കാര്യമാണ്. പക്ഷേ ഈ സീറ്റുകളെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ നമുക്കൊരു ഉറപ്പ് ഒരു സ്ഥലത്തും പറയാൻ കഴിയാത്ത സ്ഥലത്താണ്. ചുരുങ്ങിയത് ഒരു 30 സ്ഥലത്തെങ്കിലും അവർ ഇപ്പോഴും ഏറ്റവും അവസാന ഘട്ടത്തിലും തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ ഒരു സീറ്റിന് വേണ്ടി 2 3 ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്ന ഒരു ഘട്ടത്തിൽ എത്രത്തോളം അതിന് ഫലപ്രാപ്തിയിലെത്തും ഈ അവസാന നിമിഷത്തിൽ? കാരണം കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള നേതാക്കളൊക്കെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. പട്ടിക ഏറെക്കുറെ 90% പൂർത്തിയായി എന്ന് നേതാക്കളൊക്കെ തന്നെ പറയുന്നു. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ നിന്നുള്ള രാജി കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുൻപിലേക്ക് എത്തുന്നത്.